നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണ്ട വേണ്ട, റെക്കമെൻഡേഷൻ വെച്ചിട്ട് അച്ഛൻ ഈ കേസ് ഏൽക്കണ്ട. അങ്ങനെ വരുമ്പോ എന്റെ വാക്കിന് വിലയില്ലെന്നല്ലേ അർത്ഥം? മോളെ, നിന്റെ വാക്കിനെ പോലെ മറ്റൊന്നിനെയും ഞാൻ വില കൽപ്പിച്ചിട്ടില്ല മോളെ. അതൊക്കെ അച്ഛന്റെ വെറും ഡയലോഗാ. അല്ല, ഞാൻ സത്യമായിട്ട് പറയാ മോളെ, നീയാണ് എനിക്ക് വലുത്. ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു, നീ അതങ്ങ് മറന്നേക്ക. ഈ കേസ് ഞാൻ ഏറ്റെടുക്കും. ഓ ദേ, അച്ഛൻ ഇത്രയും പറഞ്ഞു. ഇനിയിപ്പോ എങ്ങോട്ടാ പോകാൻ പോകുന്ന മോള്? അതൊക്കെ എന്റെ ഒരു നമ്പർ ആയിരുന്നില്ലേ അമ്മ? ഏടി ഭയങ്കരി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശരി. എന്നാലും സാർ ഇത് എവിടെ പോയതായിരിക്കും? എവിടെ പോവുകയാണെങ്കിലും സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോകൂ. ഇന്ന സ്ഥലത്താണ് പോകുന്നത്, ഇത്ര മണിക്ക് തിരിച്ചെത്തുമെന്നൊക്കെ പറയും. ഇത് പക്ഷേ സാർ ഒന്നും പറഞ്ഞില്ല. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇനി ആശുപത്രിയിലെങ്ങാനും പോയതാണോ? സാറിന് വല്ല പനിയോ ജലദോഷമോ ഉണ്ടാ? നമ്മളോട് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി ഒറ്റയ്ക്ക് പോയതായിരിക്കുമോ? ദേ സാർ വരുന്നു. ഞങ്ങള് പേടിച്ചിരിക്കുകയായിരുന്നു. സാർ ഇതെങ്ങോട്ടാ പോയത്? പറഞ്ഞില്ലേ, ഒരു സ്ഥലം വരെ. അച്ഛൻ ആദ്യമായിട്ടാ ആരെയും ഒന്നും അറിയിക്കാതെ പോയത്. അറിയേണ്ട സമയത്ത് തന്നെ ഒക്കെ അറിയും മോളെ. എനിക്കറിയാം അച്ഛൻ എവിടേക്കാ പോയതെന്ന്. എവിടേക്കാ? ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റിന് വേണ്ടി റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ആൾക്കാരെ കാണാനല്ലേ? അയ്യോ, അതെന്തിനു നമ്മളെ മറച്ചു വെച്ചിട്ട് പോണത്? അല്ല, നമ്മളറിഞ്ഞ ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് വിഷമിക്കുമെന്ന് അച്ഛന് തോന്നി.